എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിലെ VIP ദർശനം നടത്തിയ ദിലീപിനെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ കാണുമ്പോഴും ചാനലുകാരുടെയൊക്കെ ആവേശം കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ട് സംഭവിച്ച ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയാണോ നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ളത്? ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ ഭക്തർക്കും അറിയാവുന്നൊരു കാര്യം, ഏത് ക്ഷേത്രങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ ഈ ഒരു ഇടപാട് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. ആദ്യമായിട്ടൊരു ദിലീപ് അല്ല ഇങ്ങനെ ഒരു VIP ദർശനം നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ ഹരിവരാസനം പാടുന്ന സമയത്ത് 7 മിനിറ്റോളം ദിലീപ് നടക്കി നേരെ നിന്ന് ഭഗവാനെ തൊഴുതു. ബാക്കിയുള്ളവർക്കൊന്നും അതിന് അവസരം കിട്ടിയില്ല എന്നതാണ് പ്രധാനമായിട്ട് ഹൈക്കോടതി പറഞ്ഞ ആരോപണം. പക്ഷേ ഇദ്ദേഹത്തിന്റെ കൂടെ ദർശനം നടത്തിയ ജഡ്ജിമാരെ കുറിച്ചൊന്നും പരാമർശമില്ലതാണ്. ദിലീപിനെ മാത്രമാണ് പ്രതിയാക്കി എല്ലാവരും ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പോയ VIP-കളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടാണോ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് പോലും ആരും ചർച്ച ചെയ്യുന്നില്ല. അതൊരു വിഷയമായിട്ട് ആരും കണക്കാക്കുന്നില്ല. ദിലീപ് മാത്രമാണ് കുറ്റക്കാരനായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. ഇത്രമാത്രം പറയാനുണ്ടോ ഈ വിഷയത്തെ കുറിച്ചിട്ട്? കാരണം നമുക്കറിയാം, ഗുരുവായൂർ പോലെയുള്ള അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നേരിട്ട് ചെന്ന് തൊഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ ഒന്ന് കാണുക. പക്ഷേ ഒരുപാട് പൈസയുള്ള ആളുകൾ, VIP-കളായിട്ടുള്ള ആളുകൾ, പലതരത്തിലുള്ള ഗുരുവായൂർ ക്ഷേത്രമായിട്ട് പിടിപാടുള്ള ആളുകൾ ഒക്കെ വളരെ വേഗം അകത്ത് കയറി തൊഴുത് പോരുന്നത് കാണാം. അതും നമുക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർക്ക് അകത്ത് കയറി തൊഴാനുള്ള സമയം കിട്ടാറുമുണ്ട്. നമുക്കൊക്കെയാണ് അതിന് സമയം കിട്ടാത്ത. പെട്ടെന്ന് നമ്മളെ തള്ളി നീക്കുകയാണ് ചെയ്യുക. ഒരു സെക്കൻഡ് ഭഗവാനെ കാണാൻ സമ്മതിക്കില്ല. അങ്ങനെ മിക്ക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഈ ഒരു സംഭവം കാലാകാലങ്ങളായിട്ട് നടന്നു വരിക. ഇന്നൊന്നിനും തുടങ്ങിയ സംഭവമല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ അവതരിപ്പിക്കുന്ന രീതി കേട്ടാൽ തോന്നും ഇത് ദിലീപായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രക്രിയയാണ്. അങ്ങനെയാണ് അവരത് ചിത്രീകരിക്കുന്നതും വാർത്ത കൊടുക്കുന്നതും. പക്ഷെ ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്, അല്ലെ? ദിലീപ് ആയാലും മറ്റുള്ളവരായാലും ഒക്കെ തെറ്റാണ്. ഒരു ദിലീപിനെ മുൻനിർത്തിയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നതിന് പകരം എത്രയോ കാലമായിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം ഒരു മനുഷ്യനെ മാത്രം കൂട്ടമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക, എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ എന്ന തരത്തിലേക്കാണ് വാർത്തകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിന് പരാതിയുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ള ഒരുവിധം ഭക്തർക്കൊക്കെ, സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കൊക്കെ പരാതിയുണ്ട്. ഇങ്ങനെ നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് ഏതെങ്കിലും ഒരു VIP വരുമ്പോൾ നമ്മുടെ മുന്നിൽ കയറി പെട്ടെന്ന് തൊഴുതു പോകുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമുണ്ട്. കാരണം ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയുള്ള ആളാണ്, അല്ലേ? സാധാരണക്കാരനും പണക്കാരനും ഒക്കെ ഭഗവാന്റെ മുന്നിൽ ഒരേപോലെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിലൂടെ ഈ അനീതി നടക്കുന്നത്. അതിനെ എതിർക്കാനോ അത് ഇല്ലാതാക്കാനോ ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു കോടതിയോ ഒരു സർക്കാരോ ഒന്നും മുന്നിട്ടിറങ്ങിയിട്ടില്ല. ഒരു ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ആർക്കും ഒരു പ്രിവിലേജ് പാടില്ല എന്ന നിയമം ആരും കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ഈ പ്രിവിലേജ് എടുത്തിട്ട് അകത്ത് കയറി തൊഴുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറി തൊഴുതിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പള്ളിയിലും ഒരു VIP-ക്കും ഒരു പ്രിവിലേജും കിട്ടുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ടൊരു കൂട്ടായ്മയായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മമ്മൂട്ടി പോയി പ്രാർത്ഥിക്കുമ്പോൾ മമ്മൂട്ടിക്കായിട്ടൊരു VIP ഗാലറിയോ VIP പരിഗണനയോ ഒന്നും അവിടെ കൊടുക്കാറില്ല. ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും, മമ്മൂട്ടി ആയാലും ആരായാലും ഒരേപോലെ ആണെന്നുള്ള ആ ഒരു ഇതിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു അനീതി നിലനിൽക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല.